എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ സ്വാഭാവിക ഊർജവും ഉത്സാഹവും കുറഞ്ഞു പോകാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതും പ്രത്യേകമായി ലൈംഗിക ശേഷി വേഗത്തിൽ വയസ്സായി പോകുന്ന ഒരു അവസ്ഥയാണ് എന്ന് വേണമെങ്കിലും പറയാം. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ചിലരെങ്കിലും ചോദിക്കും, സെക്സ് മാത്രമാണോ ജീവിതം എന്നൊരു ചോദ്യം. ഇതും ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് പ്രാധാന്യം എത്രയുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ലൈംഗിക ശേഷി പങ്കാളിയിൽ നിന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സ്നേഹവാത്സല്യവും പരസ്പരമുള്ള ആശയവിനിമയങ്ങളും കടമയിലുള്ള താല്പര്യവും കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട്. ഇത് പരസ്യമായ ഒരു രഹസ്യവുമാണ്. ഇത് കൂടുതലും ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ് എന്ന് നിസ്സംശയം പറയാം. കൂടുതൽ സ്ത്രീകളും സ്വയം സഹിക്കുകയാണ്. ഇതും സത്യമാണ്. അതായത് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്ന് സ്വയം വിലപിക്കുകയാണ് പതിവ്. പിന്നെ ജോലിയും കഴിഞ്ഞ് സർക്കാർ തരുന്ന അമൃതപാനീയവും വേണ്ടുവോളം കഴിച്ച് 3-4 കാലുകൾ ഉപയോഗിച്ച് വീട്ടിൽ വന്ന് കയറുന്ന വ്യക്തിക്ക് അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടാകും. എങ്ങനെയും സ്വബോധത്തെ നഷ്ടപ്പെടുത്തണം, എങ്കിലേ അവന് ഉറങ്ങാൻ കഴിയുകയുള്ളൂ. ശരി, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ തൻ്റെ ശരീരത്തിനെ നശിപ്പിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തായാലും പോട്ടെ, അവൻ്റെ ശരീരം, അവൻ്റെ ജീവിതം. എന്നാൽ സ്വന്തം പങ്കാളിയോട് ഇവനൊക്കെ സ്നേഹത്തോടുള്ള പെരുമാറ്റം പോലും സാധിക്കില്ല. പിന്നെയാണോ ശരീരസുഖം നൽകുന്നത്? അത് മാത്രമോ, താൻ ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവന്മാർ അങ്ങേയറ്റം വരെ പോകും. തനിക്കുണ്ടാകുന്ന ഈ കഴിവുകേടിനെ പുറത്താരും അറിയാതിരിക്കാനും ഇതേക്കുറിച്ചുണ്ടാകുന്ന മറ്റു കാര്യങ്ങളെ മറച്ചു വയ്ക്കുവാനായി ഇവൻ തൻ്റെ പുരുഷ കരുത്തെടുക്കുന്നു, മർദ്ദിക്കുന്നു. മർദ്ദനമാകുമ്പോൾ പിന്നീട് ആ സ്ത്രീക്ക് ഭയമുണ്ടാകുന്നു. പിന്നീടുള്ള കാര്യം ഏകദേശം അറിയാമല്ലോ. ഇന്നത്തെ കാലത്തുള്ള പരപുരുഷ ബന്ധങ്ങളെ പറ്റിയുള്ള കഥകൾ കൂടി അവൻ കേൾക്കുമ്പോൾ അവൻ തീർച്ചയായും പങ്കാളിയെ സംശയിക്കും. കാരണം വിശക്കുന്ന ആൾ ആഹാരം തേടുക തന്നെ ചെയ്യും. അവന് കഴിയാത്ത കാര്യത്തിനായി അവൾ മറ്റാരുടെയെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ എന്നൊരു സംശയം അവൻ്റെ മനസ്സിൽ ഉദിക്കും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സാധാരണങ്ങളായ കാര്യങ്ങളാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെയുള്ള ആൾക്ക് മന്ത്രമോ മറ്റ് വഴിപാടുകളോ ഫലിക്കുമോ നേരാക്കിയെടുക്കാൻ? ഇല്ല. ദൈവം പോലും കൈവിട്ട മനുഷ്യർ എന്ന് പോലും തോന്നും, അല്ലേ? ഒരു കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് വയാഗ്ര പോലെ ഉത്തേജന മരുന്ന് കഴിക്കേണ്ടതായി വരുന്നതായി? തീർത്തും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. ഉത്തേജനമുണ്ടാകാൻ ബാഹ്യമായ ഒന്നിൻ്റെ ആവശ്യം വരുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ്. സ്ത്രീകൾക്ക് ചിലപ്പോൾ അവരുടെ സ്വാഭാവിക ഉത്തേജന ശക്തി പോലും പുറത്തെടുക്കാൻ കഴിയാതെ വരികയാണ് സാധാരണ പതിവ്, അല്ലേ? എന്നിട്ടും സ്ത്രീകളാണ് ബലാത്കാരം ചെയ്യപ്പെടുന്നത്. ഇതിനുള്ള കാരണം മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ മദ്യപാനവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം മാത്രമല്ല, മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും സ്വാഭാവിക ലൈംഗിക ശേഷിക്ക് കുറവ് ഉണ്ടാകാറുണ്ട്. തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ, മനസ്സിൻ്റെ വ്യാകുലത, ഇവയെല്ലാം കൊണ്ടും സ്വാഭാവിക ലൈംഗിക ശേഷിക്ക് കുറവ് വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശപ്പുള്ള വ്യക്തിയെ കൊണ്ടുപോയി സിനിമ കാണിച്ചു കൊടുത്താൽ മതിയാകുമോ? പോരാ, അല്ലേ? തീർച്ചയായും അവന് വയറ് നിറയെ ആഹാരം വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും. സംസാരം കൊണ്ടോ കഥകൾ പറഞ്ഞു കൊടുത്തതുകൊണ്ടോ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതുകൊണ്ടോ നടക്കുന്ന കാര്യമല്ല. കാമവാസനയെ അടക്കണമെങ്കിൽ
നന്നായി ലൈംഗിക ബന്ധം നടത്തുക തന്നെ വേണം. അതിനായി മാനസികമായി നല്ല ഊർജവും ശാരീരികമായി നല്ല സ്വാസ്ഥ്യവും ആയിരിക്കണം. ഇത് വർദ്ധിക്കാനായി പ്രണയത്തിൻ്റെയും ലൈംഗികതയുടെയും ദേവനായ ശ്രീ കാമദേവനെ ആരാധിച്ചാൽ ലഭിക്കുന്നതാണ്. ശ്രീ കാമദേവനെ ആരാധിക്കുന്നതിനായി പ്രത്യേകം ക്ഷേത്രങ്ങളൊന്നും ഇല്ല എങ്കിലും കാമദേവനെ ആരാധിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾക്ക് സ്വാഭാവിക കാമാസക്തിയെ ഉത്തേജിപ്പിച്ചെടുക്കാനുള്ള അപാര ശക്തിയുണ്ട്. ശ്രീ കാമദേവൻ തൻ്റെ പത്നിയായ രതിദേവിയോടൊപ്പം പഞ്ചബാണങ്ങളുമായി മനോഹരമായ പൂക്കളിൽ, ഇമ്പമാർന്ന പാട്ടുകളിൽ, പക്ഷികളുടെ നാദങ്ങളിൽ, മനോഹരമായ പൂന്തോട്ടങ്ങളിൽ, വസന്തകാലങ്ങളിൽ, ചന്ദനം, കാമാസക്തിയിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ, മറഞ്ഞിരിക്കുന്ന അവയവങ്ങളിൽ, സൗമ്യമായ കാറ്റ്, മനോഹരമായ വാസസ്ഥലം, ആകർഷമായ വസ്ത്രം, ഇതുകൂടാതെ സ്ത്രീകളുടെ ശരീരത്തിലും കാമദേവൻ കുടികൊള്ളുന്നു. ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കണ്ണുകൾ, നെറ്റി, പുരികങ്ങൾ, ഉയർന്ന സ്തനം, നിതംബം എന്നിവയിലെല്ലാം കാമദേവൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. മനസ്സിലായല്ലോ അല്ലേ? കാമദേവൻ്റെ പഞ്ചബാണങ്ങളെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരമായി പറഞ്ഞിട്ടുണ്ട്. കാമദേവനെ ആരാധിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുക മാത്രമല്ല, ആശയവിനിമയം നടത്താനുള്ള ശേഷി, മുഖാകർഷണം ഇവയെല്ലാം പ്രാപ്തമാകുന്നു. ലൈംഗിക ബന്ധം പുലർത്തുന്ന സമയം ശീഘ്രസ്ഖലനവും ഉണ്ടാവാതിരിക്കാനും അതുപോലെ സംഭോഗ സമയം കൂടുതൽ ആനന്ദം ലഭിക്കാനുമായി സംഭോഗം ചെയ്യുന്ന സമയം ജപിക്കേണ്ട ഒരു മന്ത്രത്തെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം ക്ലീം കാമദേവായ നമഃ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ക്ലീം കാമദേവായ നമഃ. ഈ മന്ത്രത്തെ സംഭോഗം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. പങ്കാളിക്ക് കൂടുതൽ ആനന്ദം ലഭിക്കുക മാത്രമല്ല, അവർക്ക് പ്രത്യേക പ്രേമവും നിങ്ങളോട് ഉണ്ടാകും. ഈ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ഈ മന്ത്രത്തെ സിദ്ധി വരുത്തുക എന്നതാണ്. അതിനായി അതിരാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ കാമദേവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ, ഈ കാമദേവൻ്റെ ഫോട്ടോ ആകുമ്പോൾ രതിദേവിയും കൂടെ ഉണ്ടായിരിക്കണം, ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക. വടക്കോട്ട് നോക്കിയിരുന്ന് ഈ മന്ത്രത്തെ സ്ഫടികമാല കൊണ്ടോ ദേവദാരുമാല കൊണ്ടോ 108 തവണ ജപിക്കുക. വെറും 9 ദിവസത്തെ സാധനയാണിത്. സാധനാകാലത്ത് ബ്രഹ്മചര്യവ്രതം നിർബന്ധമായും പാലിക്കുക. അത് കഴിഞ്ഞ് വേണം ഇത് പ്രയോഗം ചെയ്യേണ്ടത്. ഈ വിധിയിലൂടെ ലഭിക്കുന്ന ഫലം സ്വന്തം പങ്കാളിയോട് മാത്രമാണെന്ന് പ്രത്യേകം പറയുന്നു. അല്ലാതെയുള്ള കാര്യത്തിനായി മന്ത്രവും വിധിയും മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. എത്ര കഴിവുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും ലൈംഗിക ശേഷി കുറവുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിൽ അത്ര വലിയ സ്ഥാനമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് ഓർമ്മയിലിരിക്കട്ടെ. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.